അതെ, മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഇങ്ങനെയുള്ള സൗകര്യം ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഞാനിവിടെ 2 ദിവസമായിട്ട് മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ഇന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയുന്നത്. അങ്ങനെ വന്നു നോക്കിയതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞാൽ ഒരു 2 വീടാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷ എന്നുള്ളൊരു ചാരിറ്റിന്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ചില സമയത്ത് നമ്മൾ ആക്സിഡന്റ് കേസ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉടുത്തുണി മാറാല ഡ്രസ്സ് പോലും നമ്മളെ കയ്യിലുണ്ടാവില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അതൊന്നും ക്യാഷ് ഈടാക്കിക്കൊണ്ടല്ല കേട്ടോ. പിന്നെ ഇവിടെ മെഡിക്കൽ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ വീൽ ചെയർ, ബെഡ്, എയർ ബെഡ്, നെബുലൈസേഷൻ, ഓക്സിജൻ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പിന്നെ നമസ്കാര മുറി ഉണ്ട്, വിശ്രമ മുറി ഉണ്ട്, ബാത്റൂം സൗകര്യം ഉണ്ട്. പിന്നെ നമുക്ക് കിച്ചൺ സൗകര്യം കൂടെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ചായ, വെള്ളമോ, പാലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാം. ജ്യൂസൊക്കെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് റെഡിയാക്കാം കേട്ടോ. കൂടാതെ ഇവിടെ മയ്യത്ത് പരിപാലനം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പെട്ടെന്ന് മരണപ്പെടിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ മയ്യത്ത് കുളിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മയ്യത്തും കാര്യങ്ങളൊക്കെ അവര് കുളിപ്പിച്ച് റെഡിയാക്കി തരുന്ന ഒരു സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിയാത്ത ആളുകളുടെ അറിവിലേക്കായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ താഴെ സ്ത്രീകൾക്കായിട്ടുള്ള സൗകര്യമാണുള്ളത് കേട്ടോ. അവിടെ അലക്കാനും നല്ല ശുദ്ധമായ കിണറും കുടിവെള്ളം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബാത്റൂം സൗകര്യം ഉണ്ട്, പുറത്തും അകത്തും ബാത്റൂം സൗകര്യം ഉണ്ട്. ഇത് കുടിവെള്ളത്തിന്റെ ആ ഒരു കിണറാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് പുറത്ത് അലക്കിയിട്ട് നമുക്ക് ഇവിടെ ആറിടാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് അകത്ത് കിച്ചണും കാര്യങ്ങളും സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാതും ഉള്ളത്. നമുക്ക് പാല് കാച്ചാനും ജ്യൂസ് അടിക്കാനും ഒക്കെ നമുക്ക് ഇവിടുന്ന് സൗകര്യമാണ്. ചെറിയ കുട്ടികളില്ലവർക്കായാലും ഹോസ്പിറ്റലിലേക്ക് ചില സമയത്ത് 2 ആൾ നിൽക്കേണ്ടി വരും. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഒരാൾക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് അലക്കാനോ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാനോ ഒക്കെ നമുക്കിത് പ്രയോജനപ്പെടുത്താം കേട്ടോ. അതുപോലെ തന്നെ അത് സ്ത്രീകൾക്ക് നമസ്കാരമുറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പരമാവധി വീഡിയോസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം അത് ഒരുപാട് ആളുകൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ സൗകര്യം ഉണ്ട് എന്നുള്ളത്. ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഇതൊരു സൗകര്യമായിരിക്കും കേട്ടോ. പിന്നെ അവരിവിടെ ചായയും ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ട്. 4 മണിക്ക് നമ്മളെ കാഷ്വാലിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രാവിലെ ചായ കൊടുക്കണം ആ ഒരു സ്ഥലത്ത് തന്നെ കേട്ടോ. ചായയും ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്താ പറയാ, ഒരുപാട് ആളുകൾക്ക് ഒരു